ഹലോ, ഇപ്പോൾ സമയം രാവിലെ ഒരു 7:30 ആയിട്ടുണ്ടാവും കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് രാവിലെ എഴുന്നേറ്റ് കേക്ക് ചെയ്യാൻ ഭയങ്കര മടിയുള്ള കാര്യമാണ്. രാത്രി ഈ മൂങ്ങയെ പോലെ പണിയെടുക്കുന്നതാണ് എൻ്റെ ഒരു രീതി. ഇപ്പോൾ പിന്നെ ഈ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയതുകൊണ്ട് നല്ല ലേറ്റിൽ വീഡിയോ എടുത്തതിനാലേ വീഡിയോ ക്ലാരിറ്റി ഉണ്ടാവും. ഈ രാത്രി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കിച്ചണിലെ ലൈറ്റ് ഭയങ്കര ഷോക്കാണ്. എൻ്റെ ചില വീഡിയോസിലെങ്കിലും ആ ഒരു ഷോക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഈ ഒരു കേക്കിൻ്റെ ഫ്രോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ രാത്രി തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്ലേവർ സ്പാനിഷ് ഡിലൈറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പാനിഷ് ഡിലൈറ്റ് ആണ്. എന്നാൽ ബട്ടർ സ്കോച്ച് ആണോ എന്ന് വെച്ചാൽ ബട്ടർ സ്കോച്ചും ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് വട്ടായോന്ന്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഓർഡർ പ്ലേസ് ചെയ്യുന്നത് എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഇവൾ ഇന്നേ വരെ എനിക്കൊരു കേക്കിന് നേരത്തെ ഓർഡർ തന്നിട്ടുണ്ടാവില്ല. നൈറ്റ് ഒരു 10:30 ഒക്കെ ആയപ്പോഴേക്കാണ് ആൾ വിളിച്ചിട്ട് പറയുന്നത് നാളെ മോളുടെ ബർത്ത്ഡേ ആണ്, ഫോട്ടോഷൂട്ടിന് വേണ്ടി ഒരു കേക്ക് ചെയ്തു തരണമെന്ന്. ആൾക്കാണെങ്കിൽ കോഴി കൂവുന്നതിന് മുന്നേ തന്നെ കേക്ക് കിട്ടുകയും വേണം. പക്ഷേ ഫ്ലേവറിൻ്റെ കാര്യത്തിലൊന്നും ഒരു ഡിമാൻഡും ഇല്ല. കാരണം ഡിമാൻഡ് വെച്ചിട്ട് കാര്യമില്ല, കിട്ടൂല എന്നറിയാം. എൻ്റെ അടുത്താണെങ്കിൽ സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ഔട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് ബട്ടർ സ്കോച്ചിൻ്റെ ഫില്ലിങ്ങും സ്പാനിഷ് ഡിലൈറ്റിൻ്റെ ഫില്ലിങ്ങും ഒക്കെ രണ്ടും മിക്സ് ചെയ്തിട്ട് ഒരു ഫില്ലിങ് ഉണ്ടാക്കിയിട്ട് ഒരു കേക്ക് അങ്ങ് ഉണ്ടാക്കി. ആൾ കാര്യമായിട്ട് പറഞ്ഞത് ഒരു മൂൺ തീമിൽ എന്തെങ്കിലും ചെയ്തു തരണമെന്നാണ്. ഭാഗ്യത്തിന് ആ മൂൺ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് കുറച്ച് ഫോണ്ടൻ്റ് ബാക്കിയുണ്ടായിരുന്നു. അങ്ങനെ ഉള്ള ഫോണ്ടൻ്റൊക്കെ വെച്ച് കഷ്ടിച്ച് നമ്മൾ ആ കേക്ക് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് പാസ്ട്രീസും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് ഇത്രയും ഭംഗിയാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കാരണം ഫോണ്ടൻ്റ് തികയോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്കതിൻ്റെ ലുക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. ചില കേക്ക്സൊക്കെ എത്ര ചെയ്ത് കഴിഞ്ഞാലും നമുക്കൊരു തൃപ്തി വരില്ല. എന്നാൽ ചില കേക്ക്സ് മാത്രമേ നമുക്കൊരു സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എടുത്ത് പറഞ്ഞത്. അങ്ങനെ ആൾ പറഞ്ഞ ടൈമിലേക്ക് തന്നെ ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ തന്നെ എൻ്റെ വീഡിയോയും ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിരുന്നു. എന്നിട്ടെന്താ 8 മണിയും കഴിഞ്ഞു, 9 മണിയും കഴിഞ്ഞു, 10 മണിയായിട്ടും ആൾ കാണാത്തപ്പോൾ ഞാൻ വിളിച്ചിട്ട് ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഈ കേക്ക് വൈകുന്നേരം ആകുമ്പോഴേക്കും മതിയെന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് ആകെ ഉണ്ടായ സങ്കടം എൻ്റെ രാവിലത്തെ ഉറക്കം പോയി എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ കേക്കിൻ്റെ സ്റ്റോറി. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ എൻ്റെ ഗിവ് വീഡിയോ കാണാത്തവരാണെങ്കിൽ അത് കണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. വിന്നർ ഇനി നിങ്ങളാണെങ്കിലോ. അപ്പോൾ ആരും മിസ് ചെയ്യല്ലേ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺ. ബൈ.